ജനുവരി 29 വ്യാഴാഴ്ചയാണ് ജയ ഏകാദശി. ഭൈമി ഏകാദശി എന്നും കൂടെ ഈ ഏകാദശിക്ക് പേരുണ്ട്. നമുക്ക് ഏകാദശി വ്രതം നോക്കുന്നത് എങ്ങനെയാണെന്നോ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. തലേ ദിവസം ഒരിക്കലായിട്ട് ഇരിക്കുക, പിന്നെ രാവിലെയും വൈകുന്നേരവും ഫ്രൂട്ട്സോ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം. ഏകാദശിയുടെ ഒന്നും അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് 3 നേരവും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ സംബന്ധിച്ച എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുക. പക്ഷേ ഈ ഭക്ഷണത്തെക്കാളുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ഈ ഏകാദശി നോയമ്പം നോറ്റുകൊണ്ട് അതും ഇതും പറയുകയും നടക്കുകയും അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യരുത്. കാരണം അത് മറ്റുള്ളവരൊക്കെ നമ്മളെ വലിയ ഏകാദശി നോറ്റിട്ട് അങ്ങനെ നമ്മളെ മാത്രമല്ല നമ്മുടെ ഭഗവാനെ പോലും മോശക്കാരനാക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ നാമജപവും പ്രാർത്ഥനയൊക്കെയാണ്. ഇഷ്ടം പോലെ നാമം ജപിക്കാമല്ലോ, ആരും നമ്മളെ തടയില്ല. നമുക്ക് ഭഗവാനെ, ലക്ഷ്മി നാരായണനെ ഒക്കെ ഇഷ്ടം പോലെ നാമം ജപിക്കുക. നമ്മുടെ വിഷ്ണു സഹസ്രനാമം ജപിക്കാം. കൃഷ്ണനാണോ നാമത്തിന് കുറവില്ല. നാമജപം, ധ്യാനം, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ക്ഷേത്ര ദർശനം, അതും നമ്മൾ എങ്ങനെയെങ്കിലും അത് നടത്താമെങ്കിൽ നമ്മൾ നടത്തുക മാത്രമല്ല, ക്ഷേത്രത്തിൽ പോയിരുന്ന് കുറച്ച് നാമവും കൂടെ നമ്മൾ ജപിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് വഴിപാടുകൾ കഴിക്കുക. അപ്പോൾ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള കൃഷ്ണൻ്റെയൊക്കെ ആണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം, കൃഷ്ണക്ഷേത്രം, അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമുക്ക് പോവാം. കൃഷ്ണക്ഷേത്രമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, പാൽപ്പായസം കഴിക്കാം, അല്ലെങ്കിൽ വെണ്ണ, തിരുമധുരം, കദളിപ്പഴം നേദിക്കുക, ഇങ്ങനെയൊക്കെ പല വഴിപാടും നമുക്ക് കഴിക്കാമല്ലോ. പക്ഷേ പാൽപ്പായസം വേണമെങ്കിൽ തലേ ദിവസത്തെ നമ്മൾ രസീതെടുക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള വഴിപാടുകളൊക്കെ കഴിക്കുക. ഭഗവാനെ ഏറ്റവും പ്രധാനം ഇതാണ്, നമ്മൾ ഭഗവത് സന്നിധിയിലായിരിക്കുക എപ്പോഴും. കാരണം നമ്മൾ ഒരു കാര്യമുണ്ടെന്ന് നമ്മളിങ്ങനെ കുറേ നാമമൊക്കെ ജപിച്ചാലുണ്ടല്ലോ, നമ്മൾ ആ നാമജപം നിർത്തിയാലും നമ്മുടെ മനസ്സിലിരുന്ന് ഇങ്ങനെ ആരോ അകത്തിരുന്ന് ജപിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാവുകയില്ലേ. അപ്പം അങ്ങനെ ജപിച്ചോളുക. കാരണം ഇത് മാഘമാസത്തിലെ ഏകാദശിയാണ്. ഈ മാഘമാസത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തിനും വളരെയധികം പുണ്യം കൂടുതലാണ്. അപ്പം ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏകാദശി നോയമ്പ് നോക്കുക. പറ്റുമെങ്കിൽ എന്തെങ്കിലും ദാനമൊക്കെ ആർക്കൊക്കെ ചെയ്യുക. എന്തായാലും അങ്ങനെ നമുക്ക് ഭഗവത് സന്നിധിയിലേക്ക്, ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു കാരണമാകട്ടെ നമ്മുടെ ഈ ജയ ഏകാദശി.